മാധ്യമത്തിന്റെ തലക്കെട്ടാണ് ഖജനാവിലെ പണം തുടരുത് വിജയ എടോ കാരണഭൂതമേ തുടരുതടോ. ഖജനാവിലെ പണം തുടരുത്, ഇത് ജനങ്ങളുടെ പൈസയാണ്, നിനക്ക് പുട്ടടിക്കാനുള്ളതല്ല. കാരണഭൂതമേ അപ്പം ഗോവിന്ദ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഒന്നുമല്ല, കോടതി പറയുകയാണ്. നടപടിക്രമങ്ങളും തുക വിനിയോഗവും ചട്ടങ്ങൾക്കും ബജറ്റ് മാനുവലിനും വിരുദ്ധം. എന്നിട്ട് ഇതിൽ പറയുന്നു, ഇനി കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ഭരണത്തിന്റെ അവസാന നാളുകളിൽ എന്ത് ചെയ്യാനാണ് കോടതി ചോദിക്കുകയാണ്. എടോ അന്തം കമ്മികളെ, നിങ്ങൾ വീട് വീടാതെ കയറി ഇറങ്ങിയിട്ട് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാനാണ്? തീർന്നില്ലേ, ഭരണം തീർന്നില്ലേ. ഇനി നിങ്ങൾ കേരളം എന്താ പറയാ, കൽപ്പാന്ത കാലത്തോളം നിങ്ങൾ കേരളത്തിൽ വരില്ല. ഇതെല്ലാവർക്കും അറിയാം, കോടതിക്ക് അറിയാം. അതുകൊണ്ട് കോടതി ചോദിക്കുന്നത്, ഇപ്പൊ സർവേ നടത്തിയിട്ട് എന്ത് കാര്യം, നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് കോടതി ചോദിക്കുകയാണ്. ഇടുങ്ങിയ ജാലകത്തിലൂടെയായിരുന്നു സർക്കാർ നടപടികൾ. ഇതെല്ലാം വിവരച്ചോർച്ചയുണ്ടായെന്ന ആരോപണം ബലപ്പെടുത്തുന്നു. ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇത്രയും നാൾ വിവരശേഖരണം നടത്താത്തത് എന്ത് എന്നും കോടതി ചോദിച്ചു. നിങ്ങൾക്ക് വലിയ ജനങ്ങളുടെ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പരിപാടിക്ക് നിങ്ങൾ നേരത്തെ നടത്തേണ്ടതല്ലേ, അല്ലേ? കോടതിയുടെ വളരെ ന്യായമായ ചോദ്യമാണ്. നിങ്ങൾ സർവേ നടത്തിക്കോ, ഇതൊക്കെ പണ്ട് നടത്തേണ്ടതല്ലേ, വന്ന കാലത്ത് നടത്തേണ്ടതല്ലേ, ഇപ്പൊ പോണ പോക്കിലാണോടോ നടത്തേണ്ടത്? അപ്പൊ നിങ്ങൾ നടത്തുന്നത് വിവരശേഖരണമൊന്നുമല്ല, നിങ്ങൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പ്